ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഫേഷ്യൽ ചെയ്ത പോലത്തെ നിറവും തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 2 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യൽ പോലെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചിരകി എടുക്കുക കേട്ടോ. മീഡിയം സൈസുള്ളത് എടുക്കുക, കാരണം ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണ് നീര് കിട്ടുന്ന അത്രയും നമുക്ക് ഉരുളക്കിഴങ്ങ് ചിരകി എടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിൽ എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത്രയും കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. അതായത് ഈ അവിടെ ഇവിടങ്ങളിൽ വന്ന ഈ കരിവാളിപ്പും കറുത്ത പാടെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ചെറുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെറുകി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നാണെങ്കിൽ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീര് കിട്ടൂല. അപ്പോൾ നീരാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ചെറുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. കൈ കൊണ്ട് പിഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ നീര് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3-4 ടേബിൾ സ്പൂൺ നീരുണ്ട്. ഇതിലേക്ക് ഞാനിനി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നമ്മൾ തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത സാധാരണ പശുവിൻ പാലാണ് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ പൊട്ടാറ്റോ ജ്യൂസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് ക്ലെൻസ് ചെയ്യുക. നമ്മൾ മുഖവും കഴുത്തും എല്ലാം ഒന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് ഒന്നൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ആ ഒരു പൊടിയും അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 മിനിറ്റ് എന്തായാലും ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് തുടച്ച് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എല്ലാ അഴുക്കും അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല, ഒന്നങ്ങ് തുടച്ച് കളയുക. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ, അതായത് പൊട്ടാറ്റോ ജ്യൂസും മറ്റേ ഇതും ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂണോളം ഗോതമ്പിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തതിന് ശേഷം നമ്മളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ലൂസായി പോവോ അല്ലെങ്കിൽ കൂടുതൽ ടൈറ്റായി പോവോ ചെയ്തിട്ടുണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കാം. അതേപോലെ തന്നെ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഇത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി 2 ടൈംസ് ആയിട്ട് ചെയ്താലും നല്ല റിസൾട്ടാണ്. പെട്ടെന്നുള്ള ആ ഒരു കരുവാളിപ്പ് മാറി കിട്ടാനും ഈ ഒരു പാക്ക് നിങ്ങളെ സഹായിക്കും കേട്ടോ. പെട്ടെന്നെല്ലാം പുറത്ത് പോയിട്ട് വന്നാൽ സൺ ടാൻ എല്ലാം ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും ഈ ഒരു പാക്ക് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു 25 മിനിറ്റ് എങ്കിലും വെക്കണം. 25 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കഴിക്കളയാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മസാജ് ചെയ്തിട്ട് തന്നെ കഴുകിക്കളയാന്ന്. അപ്പോൾ മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. അങ്ങനെ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ മസാജ് ചെയ്തിട്ട് ഇന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതുപോലെ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും നല്ലോണം മസാജ് കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു കളറ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുടച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. നല്ലൊരു ഗ്ലോ, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും. എല്ലാം കൊണ്ട് നല്ലൊരു പാക്കായിട്ടാണ് എനിക്ക് ഇത് ഉപയോഗിച്ച് തരാൻ തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് ഡെയിലി ചെയ്യുക. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും എല്ലാം അറിയിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.